ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ അപ്ഡേറ്റുകൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ഇപ്പോൾ നെയ്മറുടെ ആരാധകർ. അദ്ദേഹത്തിന് പരിക്കേറ്റത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകിയ കാര്യമാണ്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്താൻ വേണ്ടി ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നു. ആദ്യം നെയ്മർ ജൂനിയർ ജിമ്മിലെ വർക്കൗട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മൈതാനത്ത് ചില മൂവ്മെന്റുകളൊക്കെ നെയ്മർ നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഗ്രൂപ്പിനൊപ്പം അഥവാ മറ്റു താരങ്ങൾക്കൊപ്പമുള്ള ട്രെയിനിങ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടില്ല. തനിച്ചാണ് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. മൂവ്മെന്റുകളാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല മൈതാനത്ത് അദ്ദേഹം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ റോഡ്രിഗോ കെയ്റ്റാനോ, കാർലോ ആഞ്ചലോട്ടി എന്നിവരുമായി ദീർഘനേരം നെയ്മർ ജൂനിയർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്മർ സ്പോർട്സ് ഷൂ ധരിച്ചുകൊണ്ടാണ് ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. കളിക്കളത്തിൽ കുറച്ച് സമയം അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല. ഏതായാലും ഗ്ലോബോ പറയുന്നത് നിലവിൽ നെയ്മർ ജൂനിയറെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ പ്ലാനുകൾ ഇല്ല എന്നുള്ളതാണ്. അതായത് നെയ്മർ ഇപ്പോഴും വേൾഡ് കപ്പ് പ്ലാനിന്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ ബ്രസീൽ ഉദ്ദേശിക്കുന്നില്ല. വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കിടയിൽ തന്നെ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളത്. അതായത് വേൾഡ് കപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾ ആവുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റ്നസ് ഒക്കെ കൈവരിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ പ്ലാനുകൾ ഇല്ല. മാത്രമല്ല ഇന്നലെ ട്രെയിനിങ്ങിൽ അദ്ദേഹം കുറച്ച് സമയം ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.